നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടെ കേട്ടോ. ഈ കഴിഞ്ഞ ദിവസങ്ങളൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ദിവസങ്ങളായിരുന്നില്ല. സമയം കണ്ടില്ലേ, രാവിലെ വെളുപ്പിന് 6 മണിയാണ്. വെളുപ്പിന് 6 മണിക്ക് ഞാൻ ക്ലാസ് ഇല്ലാത്ത ദിവസം എണീക്കണമെങ്കിൽ അത് വേറൊന്നും ആയിരിക്കത്തില്ല, സിറക്കി ഒട്ടും വയ്യായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അന്ന് ഞാൻ ആ സീ ഫുഡിൻ്റെ ആ ഒരു വീഡിയോ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ആരും എന്നെ കണ്ടിട്ടില്ലല്ലോ അല്ലേ. ഇതുകൊണ്ട് തന്നെ കേട്ടോ, സിറയ്ക്ക് ഭയങ്കര വയ്യായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല പണി കിട്ടി. കണ്ടില്ലേ, അവൾക്ക് 7 വയസ്സായെങ്കിലും വയ്യെന്നുണ്ടെങ്കിൽ എൻ്റെ തോളത്തു നിന്ന് അവൾ ഇറങ്ങില്ല. പക്ഷേ അപ്പം ഹസ്ബൻഡും വന്ന ദിവസമായിരുന്നു അത്. ആകെ കൂടി ഒരു എന്താ പറയുന്നത്, വളരെ കുളം ആയൊരു ദിവസം എന്ന് പറയത്തില്ലേ, എന്താ പറയുന്നത്, പണ്ടാറുടങ്ങുന്ന ദിവസമായി പോയി കേട്ടോ. കൊച്ചാണെങ്കിൽ തോളത്തു നിന്ന് ഇറങ്ങുന്നുമില്ല, അവളാണെന്നുണ്ടെങ്കിൽ ആകെ ടയേർഡായിരുന്നു കേട്ടോ. അങ്ങനെ ചേട്ടൻ വന്നിട്ടാണെങ്കിൽ അവൾക്ക് പുള്ളിക്കാരൻ്റെ അടുത്ത് പോകാനും ഒരു മടിയായിരുന്നു. സാധാരണ ഡാഡീനെ കാണുമ്പോൾ ചാടി പോകുന്നതാണ്. ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ടാണെന്ന് തോന്നുന്നു അവൾ എൻ്റെ ദേഹത്തു നിന്ന് കിടക്കും, പിന്നെ അതുപോലെ കട്ടിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ എനിറ്റിരുന്ന് കരയും. ഇതാണ് അവസ്ഥ പുള്ളിക്കാരത്തിൻ്റെ. പിന്നെ ഒരു തരത്തിൽ ഞാൻ പിടിച്ച് കിടത്തി, പുള്ളിക്കാരൻ്റെ അടുത്ത് കിടത്തി. എന്നാൽ തന്നെയും അനങ്ങുന്നില്ലായിരുന്നു, അവൾക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം ഇവയ്ക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, മടിയായിരുന്നു, എന്നാലും ഞാൻ വിട്ടു സ്കൂളിലേക്ക്. പിന്നെ ഞങ്ങൾ വേറൊന്നുമല്ല, ലുലു ഹൈപ്പർ മാർക്കറ്റല്ല, സോറി, ഫാഷൻ സ്റ്റോറാണ് കേട്ടോ. അവിടേക്കൊന്ന് വന്നത് വേറൊന്നുമല്ല, നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഏകദേശം പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പം സെറയുടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ അവളെ ഇവയുടെ കയ്യിലാക്കിയിട്ടാണ് ഈ ഫാഷൻ സ്റ്റോറിലേക്ക് വന്നത്. ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചായിരുന്നു. ഞങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അഡീഷണൽ വേണ്ടത്. ബെഡ്ഷീറ്റ് ക്യൂനിനും അതുപോലെ തന്നെ കിങ്ങിനൊക്കെ പുറത്ത് ഭയങ്കര വിലയാണല്ലോ. പക്ഷേ നമ്മുടെ ഫാഷൻ സ്റ്റോറിലാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്, നല്ല കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഒരു 699, ഞാനിപ്പോൾ കണ്ടില്ലായിരുന്നു, പ്രൈസ് ടാഗ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു റേഞ്ചൊക്കെ ഉള്ളൂ. മെയിനായിട്ട് ഞങ്ങളിവിടെ വരാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു, പുള്ളി ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ പോയില്ലായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് പോകണമായിരുന്നു. അപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കണമായിരുന്നു. നമ്മൾ ഈ ക്ലോക്കാണ് ഗിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഇത്ര ഐറ്റംസ് ഞങ്ങൾ നമ്മളുടെ ഫാഷൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചു. അത്യാവശ്യം കുറച്ച് ഷൂ റാക്കും കാര്യങ്ങളൊക്കെയാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ ഹോൾ വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ. കാരണം അത്യാവശ്യം നല്ല നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും, അതുപോലെ തന്നെ എനിക്ക് ഈ ഫാഷൻ സ്റ്റോറിലെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വെച്ചിരിക്കുന്ന ചില ഐറ്റംസൊക്കെ ഫാഷൻ സ്റ്റോറിലെ ഐറ്റംസൊക്കെയാണ്. വീട്ടിൽ വെച്ചിരിക്കുന്ന ചില ക്രാഫ്റ്റ് വർക്കിൻ്റെയൊക്കെ അതൊക്കെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് നമുക്ക് പേടിക്കാണ്ട് വാങ്ങാം കേട്ടോ. ഓഫറും കൂടെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങത്തില്ലല്ലോ. പക്ഷേ അവിടുത്തെ നമുക്ക് ലാസ്റ്റ് നമ്മൾ ആ ബാഗ് കീപ്പ് ചെയ്യണ സ്ഥലത്ത് കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. അത് ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് ഫാഷൻ സ്റ്റോറിലെ സംഭവങ്ങൾ എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാമിന് ദേഷ്യം വന്നു. സാം സംസാരിച്ചു, പിന്നെ അവിടെ വെപ്പിച്ചു, ക്ലിയർ ചെയ്തു. മോളെ കൊണ്ട് പിന്നെ ഒരു സൺഡേ വന്നതാണ് കേട്ടോ, കഴിഞ്ഞ സൺഡേ. വേറൊന്നല്ല, അവൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. കാരണം പനിയെല്ലാം കുറഞ്ഞു, പക്ഷെ നമ്മുടെ ധൈര്യത്തിനൊന്ന് ബ്ലഡ് ടെസ്റ്റ് ഒന്നുകൂടെ ചെയ്തേക്കാമെന്ന് കരുതി. ആകെ ആൾ ക്ഷീണിച്ചിരിക്കുമായിരുന്നു. അപ്പം ഞാനപ്പോൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹൈടെക്കിലാണ് ചെയ്തത്. റിസൾട്ട് വന്നപ്പം ഭാഗ്യത്തിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾക്ക് ബ്ലഡ് എടുക്കുമ്പോൾ പേടിയുണ്ടെങ്കിലും കരച്ചിലോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അവളില്ല കേട്ടോ. അത് ചെറുതിൽ അങ്ങനെ കരച്ചിലൊന്നും ഇല്ലായിരുന്നു. കാരണം നന്നേ ചെറുതിൽ തൊട്ട് പരിചയം ഉണ്ട് ആൾക്ക് ബ്ലഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. അവൾക്കത് യൂസ്ഡ് ആണ്, അതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഉള്ള സ്റ്റാഫിന് പേടിയായിരുന്നു. ഒറ്റയ്ക്കായിരുന്നു സൺഡേ പുള്ളിക്കാരത്തി. അപ്പം എന്നോട് പറഞ്ഞു, ചേച്ചി കൊച്ചു പ്രശ്നം ഉണ്ടാക്കുമോ, വേറെ സ്റ്റാഫില്ല. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിലും ഞാനും ഹസ്ബൻഡും ഉണ്ട്, ഞങ്ങൾ ഹോൾഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ. സംഭവം കുറഞ്ഞു അവളുടെ. എന്നാലും ഞാൻ കരുതി നമുക്ക് ആ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ പോയോ ഇല്ലയോ എന്ന് അറിയണ്ടേ. ഇത് വേറൊന്നല്ല, സ്കൂളിലെ സ്പോർട്സ് ഡേക്ക് നമ്മളോട് അവർ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല സ്പോർട്സിന് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. അവർക്ക് തിരക്കായത് കൊണ്ടിട്ടായിരിക്കാം ഒത്തിരി സ്റ്റുഡൻസ്. പക്ഷേ അതൊരു എക്സ്ക്യൂസ് ആണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം ഇവിടെ അലർജി കാണുന്നത് ഞാൻ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് പറയേണ്ട കാര്യമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. അത് ഒരു 11 മണി വെയിലിൻ്റെ സമയത്തൊക്കെയാണ് സ്പോർട്സ് കണ്ടക്ട് ചെയ്തത്. അപ്പം അതിന് റണ്ണിങ് റേസിൽ പങ്കെടുത്താണ് പുള്ളിക്കാരത്തേക്ക് പണി കിട്ടിയത്. എന്ത് ചെയ്യാനാണ്, നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ അവളുടെ എല്ലാം മാറിയിട്ട്, ഇപ്പോൾ കംപ്ലീറ്റ്ലി ക്യൂർഡായി. പക്ഷേ ആ ചുമ വിട്ടധികം മാറിയിട്ടില്ല. പിന്നെ ഇത് വന്നിട്ട് ഞങ്ങൾ ഒരു അത്തർ ഷോപ്പിൽ വന്നതാണ് കേട്ടോ. ഇത് വേറെ ദിവസത്തെ വീഡിയോ ആണ്, ഞാൻ എല്ലാം കൂടെ സിങ്ക് ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ. അത്തർ ഷോപ്പ് എന്ന് പറഞ്ഞത് തോപ്പുംപടിയാണ് കേട്ടോ. തോപ്പുംപടി എറണാകുളമല്ല, ഫോട്ടോ വെച്ച് തോപ്പുംപടിയാണ്. ഈ അത്തർ ഷോപ്പ് ഞങ്ങൾക്ക് 14 വർഷമായിട്ട് പരിചയമുള്ള ഒരു അത്തർ ഷോപ്പാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആയപ്പം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം വന്നു, ഒരു നല്ലൊരു
എന്താണെന്ന് എനിക്ക് എവിടെ നിന്നാണെന്നറിയില്ല ആ മോഹം വന്നത് ഫസ്റ്റ് പ്രഗ്നൻസി സമയത്ത്. അന്നേരം ഞങ്ങൾ കണ്ടുപിടിച്ചൊരു ഷോപ്പാണ് കേട്ടോ. ഇപ്പോഴും ഇവിടുത്തെ ഇക്കയായിട്ട് നല്ലൊരു റിലേഷനാണ് ഞങ്ങൾ രണ്ടുപേരും കീപ്പ് ചെയ്യണത്. ഞാൻ ഒറ്റയ്ക്കുള്ളപ്പം വന്ന് ഞാൻ വാങ്ങാറില്ല, കാരണം എനിക്ക് അങ്ങനെ വലിയ അത് ആ സമയത്ത് എന്തോ പെട്ടെന്ന് നമുക്കൊരു ആഗ്രഹം വന്നു, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ അതിനുശേഷം ഏറ്റവും കൂടുതൽ അത് അഡിക്ഷൻ വന്ന ചേട്ടൻ്റെ അടുത്താണ്. ഇത്ര സംഭവങ്ങളാണ് വാങ്ങിച്ചത്, അത്രയൊക്കെ വാങ്ങിച്ചു. നല്ല സ്മെല്ലാണ് കേട്ടോ, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. വാനില ബിസ്ക്കറ്റ് പല പല ഫ്ലേവേഴ്സ് ഉണ്ട്. അതിനുശേഷം വെറുതെ ഒന്ന് മാക്സിൽ കയറി ഈ ഡ്രസ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒരു ഭംഗിയുണ്ടായിരുന്നില്ല, നേരെ മാറ്റി. ഇത് പാൻറ്റ് മാത്രമാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ബൈ. സി